നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിടവാങ്ങിയത് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ സ്ഥാപക പിതാവ്. റാം ബുക്സാനിയുടെ വിയോഗത്തിൽ കണ്ണീരണിഞ്ഞ UAE. ജീവനക്കാർക്ക് ശമ്പളം നൽകിയില്ലെങ്കിൽ പിടിവീഴും. കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന UAE. രേഖകളൊന്നും ആവശ്യമില്ല. 45 സെക്കൻഡുകൾക്കകം വർക്ക് പെർമിറ്റ് റദ്ദാക്കാം. എല്ലാ എമിറേറ്റുകളിലും ഇനി വർക്ക് ബണ്ടിൽ. സൗദിയിൽ അവയവദാനത്തിന് സന്നദ്ധത പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം. ഖത്തറിൽ 4 പേർ അറസ്റ്റിൽ. കുവൈത്ത് വിസിറ്റ് വിസ ഇളവ് ഏറ്റു. സന്ദർശകരുടെ എണ്ണത്തിൽ കുതിപ്പ്. കുവൈത്തിലുണ്ടായ വാഹനാപകടത്തിൽ 7 ഇന്ത്യക്കാർ മരിച്ചു. 2 മലയാളികൾക്ക് ഗുരുതര പരിക്ക്. വിടവാങ്ങിയത് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ സ്ഥാപക പിതാവ്. റാം ബുക്സാനിയുടെ വിയോഗത്തിൽ കണ്ണീരണിഞ്ഞ UAE. പ്രവാസി ഇന്ത്യക്കാരുടെ പ്രതിനിധിയായി 5 പതിറ്റാണ്ടിലേറെ UAEയിൽ നിറഞ്ഞു നിന്ന വ്യവസായി റാം ബുക്സാനി അന്തരിച്ചു. ഞായറാഴ്ച പുലർച്ചെ ദുബായിലെ വസതിയിലാണ് മരിച്ചത്. ദുബായിലെ ഇന്റർനാഷണൽ ട്രേഡേഴ്സ് ലിമിറ്റഡ് കമ്പനിയുമായി സഹകരിച്ചിരുന്ന KAJ ചോദ്യർമാൾ ആൻഡ് കമ്പനിയിൽ 1959 ഓഫീസ് അസിസ്റ്റന്റായി ജോലി ആരംഭിച്ച ബുക്സാനി 2014 കോസ്മോസ് ITL ഗ്രൂപ്പിന്റെ ചെയർമാൻ സ്ഥാനത്തെത്തി. 2000 മുതൽ 8 വർഷം ഇൻഡസിൻഡ് ബാങ്കിന്റെ ഡയറക്ടറും 4 വർഷം ദുബായിലെ ഇന്ത്യൻ ഹൈസ്കൂളിന്റെ ചെയർമാനുമായിരുന്നു. റോട്ടറി ക്ലബ് ഓഫ് ജുമേറയുടെ പ്രസിഡന്റാണ്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്, എംബസി എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സമൂഹത്തിന് സഹായമേകുന്നതിനായി അവസാന നാളുകളിൽ പോലും സജീവമായിരുന്നു. അവിഭക്ത ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാനിലെ സിന്ധിൽ 1941 ജനനം. വിഭജനത്തിന് പിന്നാലെ ഗുജറാത്തിലേക്ക് കുടിയേറുകയായിരുന്നു. 1959 നവംബർ 18 ആദ്യമായി ദുബായിലെത്തുന്നത്. തുടർന്ന് ഓവർസീസ് ഇന്ത്യൻ എക്കണോമിക് ഫോറത്തിന്റെ സ്ഥാപകനും ചെയർമാനുമായിരുന്നു. പിന്നീട് ഇക്കണോമിക് ഫോറം ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൌൺസിലിൽ ലയിച്ചു. യുദ്ധകാലത്ത് കുവൈത്ത് നിന്ന് പലായനം ചെയ്ത മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് അഭയകേന്ദ്രം ഒരുക്കുന്നതിലും മുന്നിൽ നിന്നതോടെ ഇന്ത്യൻ സർക്കാരിനെയും പ്രവാസികളെയും കൂട്ടിയിണക്കുന്ന പ്രധാന കണ്ണിയായി അദ്ദേഹം മാറി. സിന്ധി വിഭാഗത്തിന്റെ പ്രതിനിധിയായി അറിയപ്പെടാൻ ആഗ്രഹിച്ച അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രവാസി സമൂഹത്തിന്റെ സ്ഥാപക പിതാവ് എന്ന വിശേഷണവുമുണ്ട്. വാഷിംഗ്ടൺ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇന്റർനാഷണൽ ബിസിനസിൽ ഗവേഷണം പൂർത്തിയാക്കിയ അദ്ദേഹത്തിന് മുംബൈയിലെ DY പാട്ടീൽ യൂണിവേഴ്സിറ്റി ഡീലിറ്റ് സമ്മാനിച്ചിട്ടുണ്ട്. പ്രവാസ ലോകത്തിന് നൽകിയ സംഭാവനകൾ മാനിച്ചാണ് ഡീലിറ്റ് നൽകി ആദരിച്ചത്. കോസ്മോസ് ITL കമ്പനി പുറത്തിറക്കിയ ക്വാലിറ്റ് ഐസ്ക്രീം ഗൾഫ് രാജ്യങ്ങളിൽ വലിയ പ്രചാരം നേടിയിരുന്നു. പ്രവാസികൾ ഗൃഹാതുരത്വത്തോടെ ഓർക്കുന്ന കുക്കു ക്ലോക്ക്, കാസിയോ, ഷാർപ്പ് AC എന്നിവയുടെ വിതരണവും ബുക്സാനിയുടെ കമ്പനിയാണ് നടത്തിയിരുന്നത്. ദേറയിലെ അംബാസഡർ ഹോട്ടൽ, അസ്റ്റോറിയ ഹോട്ടൽ എന്നിവയിൽ ഓഹരി പങ്കാളിത്തവുമുണ്ട്. ബുക്സാനിയുടെ ഭാര്യ വീണ, മക്കൾ ഗൗരി, ചേതന, രേഖ. സംസ്കാരം നാളെ ദുബായിൽ. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദുബായ്. ജീവനക്കാർക്ക് ശമ്പളം നൽകിയില്ലെങ്കിൽ പിടിവീഴും. കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന UAE. ജീവനക്കാർക്ക് സമയബന്ധിതമായി ശമ്പളം നൽകാത്ത ചെറുകിട ഇടത്തരം കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം. 5 തരം നിയമലംഘനങ്ങൾ നടത്തുന്ന കമ്പനികളുടെ ലൈസൻസാണ് റദ്ദാക്കുക. തൊഴിലാളികളുടെ ശമ്പളം ധനകാര്യ സ്ഥാപനങ്ങൾ വഴി നൽകുന്ന വേതന സുരക്ഷാ പദ്ധതി നടപ്പാക്കാതിരിക്കുക, സ്പോൺസറുടെ കീഴിലല്ലാതെ തൊഴിലാളികളെ മറ്റിടങ്ങളിൽ ജോലി ചെയ്യിപ്പിക്കുക, മന്ത്രാലയത്തെയോ ബന്ധപ്പെട്ട വകുപ്പിനെയോ അറിയിക്കാതെ സ്ഥാപനം വിൽക്കുകയോ നടത്തിപ്പ് കൈമാറുകയോ ചെയ്യുക, 50 ജീവനക്കാരിൽ കൂടുതലുള്ള കമ്പനിയിൽ സ്വദേശി മാനേജർ ഇല്ലാതിരിക്കുക എന്നീ കുറ്റങ്ങളും ലൈസൻസ് റദ്ദാക്കാനുള്ള കാരണങ്ങളാണെന്ന് അധികൃതർ വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. രേഖകളൊന്നും ആവശ്യമില്ല. 45 സെക്കൻഡുകൾക്കകം വർക്ക് പെർമിറ്റ് റദ്ദാക്കാം. എല്ലാ എമിറേറ്റുകളിലും ഇനി വർക്ക് ബണ്ടിൽ. UAEയിൽ ഇനി 45 സെക്കൻഡുകൾക്കകം വർക്ക് പെർമിറ്റ് റദ്ദാക്കാം. ഇതിന് രേഖകളൊന്നും ആവശ്യമില്ലെന്ന് മാനവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ ഈ നടപടിക്രമങ്ങൾക്ക് 3 മിനിറ്റ് എടുത്തിരുന്നു.
തൊഴിലാളികളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന വർക്ക് ബണ്ടിലിന്റെ ഭാഗമായാണ് നടപടിക്രമങ്ങൾ ലഘൂകരിച്ചത്. ഇതോടെ രാജിവെക്കുകയോ ഒഴിവാക്കപ്പെടുകയോ ചെയ്യുന്ന തൊഴിലാളിക്ക് പകരം മറ്റൊരാളെ എളുപ്പത്തിൽ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കും. പരീക്ഷണാർത്ഥം ദുബായിൽ മാർച്ചിൽ ആരംഭിച്ച വർക്ക് ബണ്ടിൽ സേവനത്തിന്റെ വിജയത്തെ തുടർന്നാണ് പദ്ധതി എല്ലാ എമിറേറ്റുകളിലേക്കും വ്യാപിപ്പിക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. UAE-യിലെ 6 ലക്ഷത്തോളം കമ്പനികളിലെ 70 ലക്ഷത്തിലേറെ ജീവനക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. വർക്ക് പെർമിറ്റ് കാലാവധി നേരത്തെ തന്നെ പുതുക്കാനുള്ള സൗകര്യവുമുണ്ട്. മുൻപ് വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിനുള്ള കാലാവധി 30 ദിവസത്തിൽ നിന്ന് 5 ദിവസമായി കുറച്ചിരുന്നു. ജോലി, താമസ വിസയുമായി ബന്ധപ്പെട്ട 8 നടപടിക്രമങ്ങൾ വർക്ക് ബണ്ടിൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വർക്ക് പെർമിറ്റ് എടുക്കുക, പുതുക്കുക, പദവി ശരിപ്പെടുത്തുക, മെഡിക്കൽ സ്ക്രീനിംഗ്, വിസ, തൊഴിൽ കരാർ, എമിറേറ്റ് ID തുടങ്ങിയ സേവനങ്ങളെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. സൗദിയിൽ അവയവദാനത്തിന് സന്നദ്ധത പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. സൗദി അറേബ്യയിൽ അവയവദാനത്തിന് സന്നദ്ധത പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി സൗദി സെന്റർ ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ വെളിപ്പെടുത്തി. 5,33,000-ലധികം പേർ മരണാനന്തരം അവയവദാനം നടത്തുന്നതിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത ദാതാക്കളുടെ എണ്ണത്തിൽ ഏകദേശം 1,42,000 ദാതാക്കളുമായി തലസ്ഥാന നഗരമായ റിയാദാണ് മുന്നിൽ. മക്കയിൽ 1,15,000 ദാതാക്കളും കിഴക്കൻ പ്രവിശ്യയിൽ 65,000 ദാതാക്കളുമുണ്ട്. ഏറ്റവും കുറവ് ദാതാക്കൾ നജ്റാനിലാണ്. അവിടെ ഏകദേശം 1,500 പേർ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സൗദി അറേബ്യയിൽ അവയവ മാറ്റിവെക്കൽ പദ്ധതി ആരംഭിച്ചത് മുതൽ 2023 അവസാനം വരെ 6,000-ലധികം അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട്. സെൻട്രൽ റീജിയനാണ് ഏറ്റവും അധികം അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ നടത്തിയത്. തൊട്ടുപിന്നിൽ ദമാമും ജിദ്ദയും. 26 മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന രാജ്യത്തുടനീളം സ്വകാര്യ മെഡിക്കൽ സേവനങ്ങൾ അവയവ മാറ്റിവെക്കൽ രംഗത്ത് പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ജിദ്ദ. സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം, ഖത്തറിൽ 4 പേർ അറസ്റ്റിൽ. സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തുകയും സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുകയും ചെയ്ത കേസിൽ ഖത്തറിൽ 4 പേർ അറസ്റ്റിൽ. എക്സിലൂടെ ഇവർ നടത്തിയ പോസ്റ്റാണ് അറസ്റ്റിലാവാൻ കാരണമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. തുടർ നിയമ നടപടികൾക്കായി ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും ആഭ്യന്തര മന്ത്രാലയം സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. രാജ്യദ്രോഹം, വിദ്വേഷം, വംശീയത എന്നിവ വെച്ചുപൊറുപ്പിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. സമൂഹത്തിന്റെ സുസ്ഥിരതയും നല്ല ബന്ധവും എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രാലയം സമൂഹ മാധ്യമ ഉപയോഗത്തിൽ സമയപരിധി വിടുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ദോഹ. കുവൈത്ത് വിസിറ്റ് വിസ ഇളവ് ഏറ്റു. സന്ദർശകരുടെ എണ്ണത്തിൽ കുതിപ്പ്. വിസിറ്റ് വിസ നിയമത്തിൽ ഇളവ് നൽകിയതോടെ കുവൈത്തിലെത്തുന്ന മറ്റ് രാജ്യക്കാരായ സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചു. 4 മാസത്തിനിടെ കുവൈത്തിലെത്തിയ സന്ദർശകരിൽ കൂടുതൽ പേരും അമേരിക്കക്കാരാണ്. ബ്രിട്ടൻ, തുർക്കി, ജോർദാൻ, ഇന്ത്യ, സിറിയ എന്നീ രാജ്യക്കാരാണ് തൊട്ടുപിന്നിലുള്ളത്. വിസ്തൃതി 330 ഹെക്ടർ, വിസ്മയ കാഴ്ചകളുടെ പറുദീസ, ലോകോത്തര സൗകര്യം. ദുബായിലെ ഏറ്റവും വലിയ പൊതു ബീച്ച് ഒരുങ്ങുന്നു. 6 ഗവർണേറ്ററുകളിലായി ആഴ്ചയിൽ ശരാശരി 8,700 വിസിറ്റ് വിസകൾ ഇഷ്യൂ ചെയ്തു വരുന്നതായി ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. 3,800 ടൂറിസ്റ്റ് വിസകൾ, 2,900 ഫാമിലി വിസിറ്റ് വിസകൾ, 2,000 ബിസിനസ് വിസിറ്റ് വിസകൾ എന്നിങ്ങനെയാണ് ഏകദേശ കണക്ക്. മതിയായ രേഖകൾ സഹിതം അപേക്ഷിച്ചാൽ 15 മുതൽ 30 മിനിറ്റിനകം വിസ നൽകുന്ന വിധം നടപടിക്രമങ്ങൾ ലളിതമാക്കിയതായും മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. കുവൈത്തിലുണ്ടായ വാഹനാപകടത്തിൽ 7 ഇന്ത്യക്കാർ മരിച്ചു. 2 മലയാളികൾക്ക് ഗുരുതര പരിക്ക്. കുവൈത്തിൽ തൊഴിലാളികൾ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട 7 ഇന്ത്യക്കാർ മരിച്ചു. 2 മലയാളികൾ ഉൾപ്പെടെ 3 പേർക്ക് ഗുരുതര പരിക്കേറ്റു. ബിനു മനോഹരൻ, സുരേന്ദ്രൻ എന്നീ മലയാളികൾക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 5-ന് ഫിൻദാസിലെ 7th റിംഗ് റോഡിലായിരുന്നു അപകടം. നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്ന സ്വകാര്യ കമ്പനിയിലെ ജോലിക്കാർ സഞ്ചരിച്ച മിനി ബസ്സിൽ സ്വദേശിയുടെ വാഹനം ഇടിക്കുകയായിരുന്നു. തുടർന്ന് മിനി ബസ് അബ്ദുള്ള അൽ മുബാറക് ഏരിയയ്ക്ക് എതിർവശത്തെ യു ടേൺ പാലത്തിന്റെ കൈവരിയിലിടിച്ച് തകർന്നു. 10 പേരായിരുന്നു മിനി ബസ്സിലുണ്ടായിരുന്നത്. 6 പേർ സംഭവ സ്ഥലത്തും ഒരാൾ ആശുപത്രിയിലുമാണ് മരിച്ചത്. പൂർണ്ണമായും തകർന്ന മിനി ബസ് പൊളിച്ചാണ് ഉടൻ സ്ഥലത്തെത്തിയ എമർജൻസി റെസ്പോണ്ട് ടീം മരിച്ചവരെയും പരിക്കേറ്റവരെയും പുറത്തെടുത്തത്. ഉത്തരേന്ത്യക്കാരാണ് മരിച്ച ഇന്ത്യക്കാരെന്നാണ് പ്രാഥമിക നിഗമനം. ബംഗ്ലാദേശികളാണ് മരിച്ച മറ്റു 2 പേർ. മൃതദേഹം മോർച്ചറികളിലേക്ക് മാറ്റി. അപകടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്.
ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.